അത് ഈ കല്യാണം കഴിഞ്ഞ പുതുക്കായിട്ടാണ്, അതൊക്കെ തിന്നോളൂ. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയാലും മനസ്സാ ഇപ്പോഴും ഒരു സാധനം തിന്നണില്ല പറഞ്ഞാൽ ഞാൻ 4 ദിവസം മുന്നേ ഓൻ പെരുന്തമണ്ണ പോകുകയാണെങ്കിൽ മോമോസ് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. ഞാൻ അതൊറ്റോള് കേട്ടുകണാവോ. ഞാൻ ഒറ്റ നാൾ തന്നാണ്ടല്ലോ. ഇതെന്തിനാ ഓനോട് ഓരോന്ന് പറയുന്നത്? ഓൻ കല്യാണം കഴിഞ്ഞ് പണിക്കും കൂടി ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇതിനൊക്കെ ഓരോന്ന് തിന്നാണ് പൂതിയായിട്ട്. കഞ്ഞും ചോറും കുടിച്ചാൽ പോലെ പനിക്ക്. ചെറുക്കം വരുന്നുണ്ട്. ഞാനോട് ഇതേ കൂട്ടൊന്നും പറയണ്ട. അതെന്റെ മട്ടം പോലെ ഞാൻ ചോദിച്ചാൽ മനസ്സിലായിക്കോളാം. പനൊട്ടി ഇവിടെ വന്നാ എന്താ അത്? എന്ത്? അതൊന്നുമില്ല. എന്താ എന്റെ മടക്കി കുത്തില്? അതൊന്ന് കാട്ടിക്ക. എന്താപ്പത്? ബ്രോസ്റ്റ് ആണല്ലോ. എന്റെ പെണ്ണുങ്ങൾക്ക് കൊടുന്നേക്കാരല്ലേ? എടാ എന്റെ അമ്മ ഒരു 4 ദിവസം മുന്നേ എന്നോട് പെരിന്തൽമണ്ണ അങ്ങാടിക്ക് പോവുകയാണെങ്കിൽ മോമോസ് എന്തോ കൊണ്ടുവരാൻ പറഞ്ഞില്ലേ? അതെനിക്ക് കൊണ്ടുവരാൻ പറ്റാ. എന്റെ പെണ്ണുങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വെച്ച് കൊടുന്നു കൊടുക്കും. ഒരാഴ്ച ആയിക്കോളും ഈ പരിന്ന് വല്ലതും തിന്നിട്ട്. അത് കേട്ടപ്പോഴേ എന്റെ നെഞ്ഞാണ് പഠിച്ചു. ഇജുമുണ്ടാക്കേ ഒപ്പം തന്നെ എങ്ങനെ ആയാലോ? എനക്കേ അറിയോ ഈ പെരിയിൽ ഇറച്ചിയോ മീനോ ഞാൻ തിന്നുകയാണെങ്കിൽ എന്റെ അടുത്ത് പുടിച്ചു വാങ്ങോള്. എന്റെ കുട്ടി തിന്നിട്ടില്ല ഇറങ്ങണ്ട ആ പ്ലേറ്റ്. എന്നിട്ട് ഓലെയാണ് ഇതൊക്കെ ഇങ്ങനെ ആക്കണത്. എന്നാ ഇപ്പാന്റെ കുട്ടിയെ ഇത് ആർക്കാ കൊടുന്നു വെച്ചാൽ ഓൽക്ക് എന്നെ കൊടുത്താളാ. ഹിമ്മാക്കും ഉപ്പാക്കൊന്നും വേണ്ട. ഇന്ന് പടച്ചോനെ എത്തിച്ചിട്ടേ ഓക്ക് പൂജ വെച്ച സാധനം വാങ്ങി കൊടുക്കാൻ പടച്ച റബ്ബ് എന്റെ അടുത്ത് പൈസ തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വാങ്ങി കൊടുത്തു കൊടുത്തോളാം. സാരില്ല, ഇപ്പച്ചി അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ. മോനത് കാര്യാക്കണ്ട കേട്ടോ. ചങ്കള നമ്മളിപ്പോ ഉള്ളത് മോമോ ആൻഡ് മീ എന്ന ഷോപ്പിലാട്ടോ. ചൈനീസ് ടിബറ്റനൊക്കെ ആയിട്ടുള്ള നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, മോമോസ് ഇതൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നു. ടേസ്റ്റ് എന്ന് പറഞ്ഞാലും പോരാ, ഒരു 1.5 ടേസ്റ്റ്. അപ്പൊ നമ്മൾ ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ ഫുഡ് അങ്ങാടിയിൽ ചില്ലീസിന്റെ നേരെ ഓപ്പോസിറ്റ് ന്യൂ കാർ പാർക്കിന്റെ തൊട്ടടുത്ത് മോമോ ആൻഡ് മീ.